ഹായ് ഓൾ, ഇത് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ പേപ്പറിൽ ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ക്ലോത്തിൽ എങ്ങനെയാണ് ചെയ്യാനുള്ളത് നോക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയൽ വരുന്ന ഒരു ക്ലോത്തിന്റെ പീസാണ് കേട്ടോ. ഇതിൽ ഞാൻ രണ്ട് മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇത് ചെയ്യുന്നത് ഞാൻ നമ്മുടെ ആദ്യം വരച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഈ ക്ലോത്തിൽ വെച്ചിട്ടാണ്ട് വരക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മാർക്കാണ് യൂസ് ചെയ്യുന്നത്, വീഡിയോയിൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു വലുപ്പ് പോലെ വരുന്നുണ്ട്, ഒക്കെ ചുള്ളിക്കാണ്ടൊക്കെ ആണ് വരുന്നത്. അതിലൊരു പെർഫെക്ഷൻ തോന്നില്ലല്ലോ. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് മെത്തേഡ് ഉള്ളത്. ഇതിലെ നെക്സ്റ്റ് മെത്തേഡാണ് ക്യാൻവാസ് ഷീറ്റ് വെച്ചിട്ടുള്ള മെത്തേഡ്. ഈ ക്യാൻവാസ് ഷീറ്റിന് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ പല തിക്കിലുള്ള ടൈപ്പ് ക്യാൻവാസ് ഷീറ്റ് ഉണ്ട്. അപ്പം നമ്മൾ നൈസ് ആയിട്ടുള്ള ക്യാൻവാസ് ഷീറ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഈ ക്യാൻവാസ് ഷീറ്റിന് രണ്ട് സൈഡ് ഉണ്ട്. അതിൽ ഒന്ന് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് തോന്നുക, ഒന്ന് ഒരു ഷൈനിങ് പോലെ തോന്നിക്കും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കട്ട്ല ടൈപ്പ് ക്യാൻവാസ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അതിനൊരു കാരണം ഉണ്ട്, ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ഞാൻ യൂസ് ആക്കണ മെഷീനിൽ എനിക്ക് ഇങ്ങനത്തെ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ എഫ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ കുറച്ചൊരു ഷൈനിങ് വരുന്ന ഭാഗം, ആ ഭാഗമാണ് ഡ്രസ്സ് മേലെ വെക്കേണ്ടത്. പിന്നെ മേലെ ഭാഗം കുറച്ച് നൈസായിട്ടുള്ള ആ ഭാഗം മേലായിട്ട് വരണം. എന്നിട്ട് അയൺ ചെയ്യാണ് വേണ്ടത്. ഡിസൈൻ വരയ്ക്കുന്നത് പിന്നെ ഈ ക്യാൻവാസ് ഷീറ്റിലല്ല കേട്ടോ, ക്ലോത്തിലല്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് വേണം. അത് കട്ട് ചെയ്ത് മാറ്റരുത്. അത് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇങ്ങനെ രണ്ട് ഡിസൈനാണ് ഇതിൽ വരച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ആകെ ഒരു പെർഫെക്ഷൻ പോലെ തോന്നിയിട്ടില്ലല്ലോ. ഇത് കണ്ടില്ല, നല്ല പെർഫെക്ഷൻ പോലെ തോന്നണില്ലേ. സ്റ്റിച്ചിങ് അറിയാം, പക്ഷേ മോഡൽസ് ഒന്നും അങ്ങനെ അറിയില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയണ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു തവണ കൂടെ ഞാൻ ഇതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ മേലെ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാണ് വേണ്ടത്. പിന്നെ ഞാൻ പറയില്ല, നൈസായിട്ടുള്ള ക്യാൻവാസ് ഷീറ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇതാണ് കേട്ടോ അതിനുള്ള കാരണം. നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ഒരു വൃത്തി കിട്ടാത്ത പോലെ ഉണ്ടാവും. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും നൂലുണ്ടാകും. അപ്പം അത് ക്യാൻഡിൽ ഉപയോഗിച്ചോ ലൈറ്റർ ഉപയോഗിച്ചോ ഒക്കെ ഉരുക്കി കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ള ലൈറ്റർ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് താഴെ വീണക്കാണ് പൊട്ടി. അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ അത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ നിന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടാൽ മതി.